മെക്കാനിക്കുമാരെ സ്പെയർ പാർട്സ് കടക്കാരെ ഊക്കൽ നിർത്തണമെന്ന് വെച്ചാൽ നടക്കത്തില്ല. നോമാര് കൊന്നളഞ്ഞ സമ്മതിക്കത്തില്ല. ഇന്നലെ എനിക്കൊരു ബ്രോ മെസ്സേജ് അയച്ചു. 555 പാക്കറ്റിൽ 333 ടയറോഡൻ്റെ ബോൾ ജോയിൻ്റ് ഒക്കെ അയച്ചു കൊടുത്തൊരു മഹാനായ ഒരു സ്പെയർ പാർട്സ് കടക്കാരനെ സംബന്ധിച്ച്. കേരളക്കാരൻ തന്നെയാണ്, മലയാളി തന്നെയാണ്. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് വേറൊരാൾ മെസ്സേജ് അയക്കുന്നു. നമുക്ക് ഏറ്റവും അറിയപ്പെടുന്ന പ്രഗത്ഭനായ ഒരു പജേറോ വിദഗ്ധൻ പുള്ളിക്ക് കൊടുത്തു 333. 333യും 555 ഒരു വ്യത്യാസമില്ല. നീ ധൈര്യമായിട്ട് ഇട്ടോളാം മോനെ, കീച്ചിക്കോ എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ എന്നോട് പറഞ്ഞു, ബ്രോ എത്ര ദൂരം ഓടുമായിരിക്കും എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഓഫ് റോഡ് ഒന്നും ഓടിയില്ലെങ്കിൽ ഒരു 20,000 കിലോമീറ്ററൊക്കെ ഓടും എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എൻ്റെ അടുത്ത് 20,000 കിലോമീറ്റർ ഓടത്തോളാം. എടാ 20,000 23,000 വെച്ച് അത് നിൽക്കും. എന്താണ് 555 333 ആയിട്ടുള്ള വ്യത്യാസം എന്ന് ഞാൻ പറഞ്ഞുതരാം. 555 എന്ന് പറയുന്ന സാധനം, അതിനകത്ത് നിബിൾസ് ഉണ്ട്. നിബിൾസ് എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ ഹോൾസുകൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിലൂടെ നമുക്ക് ഗ്രീസ് ഇട്ടുകൊണ്ട് ലൂബ്രിക്കൻ്റ് കൊടുത്തുകൊണ്ട് അതിനെ പിന്നെയും പിന്നെയും റീയൂസ് ചെയ്യാൻ പറ്റും. അതായത് 30,000 ഇപ്പം ഇതൊരു 25,000 ആണ് 333 ഓടുന്നതെങ്കിൽ അതൊരു 35,000 30,000 ഓടും. ഒരു പജേറോ ഓണറിനെ സംബന്ധിച്ച് 10,000 കിലോമീറ്ററും കൂടെ കൂടുതൽ ഓടുന്ന ഒരു സാധനം വെറുത്ത് തന്നെയാണ്. കേരളത്തിലെ വില വെച്ച് നോക്കിയാൽ ഭയങ്കര റേറ്റ് ആണെങ്കിലും 333യും 555 ഭയങ്കര അന്തര വ്യത്യാസങ്ങളൊന്നുമില്ല, ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളൂ. നമ്മൾ ചക്കയും മാങ്ങയൊന്നും അല്ല. ഈ സാധനം കൈ കൊണ്ട് എടുത്ത് വെച്ച് ഇങ്ങനെ പിടിച്ച് നോക്കി അറിയാൻ പറ്റും വെയിറ്റ്, ക്വാളിറ്റി. 555ന്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ രക്ഷയില്ലാത്ത ക്വാളിറ്റിയും അത് അറിയാൻ പറ്റും, ആ വെയിറ്റ് അറിയാൻ പറ്റും. ഇതൊന്നും നോക്കാതെ ഒരു സാധനം എടുത്ത് ഉപയോഗിച്ചിട്ട് അവനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളാണ് സമയം കൊടുത്തത്. നമ്മളെ പറ്റിക്കാൻ നമ്മൾ സമയം കൊടുത്താലാണ് ആളുകൾ നമ്മളെ പറ്റിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്ത് വർക്കാണെങ്കിലും ഇതുപോലൊരു വണ്ടി എടുത്ത് കൈ വയ്ക്കുമ്പം കുറച്ചൊക്കെ ഒന്ന് പുറത്തിറങ്ങി ഇതിൻ്റെ സാധനങ്ങൾ എന്തൊക്കെയാണ്, എന്തൊക്കെ സാധനങ്ങളാണ് മാറ്റുന്നത്, എന്തൊക്കെ സാധനങ്ങളാണ് ഇടേണ്ടത്, സെക്കൻഡ്സിലല്ല റേറ്റ് കുറച്ച് എവിടെ കിട്ടും, ഇതൊക്കെ ഒന്ന് നോക്കി വെച്ചിരിക്കുന്നത് വളരെ നല്ലതായിരിക്കും.